ദേവു, ഞാൻ മലകി മലകി കുട്ടാ, മലക അമ്പലത്തിൽ വന്നാണോ? ആ? ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ. കൊള്ളാലോ, നല്ല ഫ്രണ്ട്. മലാകെ, എനിക്ക് കുറിയിട്ട് തരുമോ? പിന്നെന്താ? നല്ലൊരു ചെറുപ്പക്കാരൻ. എന്തു പറ്റിയാക്ക്? മാലകയുടെ ഫ്രണ്ടിന്റെ പേരെന്താ? ആനന്ദൻ. 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 ആ, അല്ല, ആരാ ഇത്? ഇത് കുട്ടൻ. മേഘമലയിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടത്. കുട്ടന്റെ നാട് ഇവിടെ തന്നെയാ. ഞാൻ കുട്ടൻ. ഇതെന്റെ മാലാഖയാ. കുട്ടൻ തനിച്ചാണോ വന്നേ? അല്ല, ഞാൻ മുത്തശ്ശിയോടൊപ്പം വന്നേ. ആ, മാലക എന്റെ മുത്തശ്ശി കണ്ടിട്ടില്ലല്ലോ. എന്നാ ഞാനിപ്പോ മുത്തശ്ശി വിളിച്ചോണ്ടിരാം. ഇവിടെ നിക്കണേ. ചേട്ടാ, അമ്മേ മഹാമായി. മുത്തശ്ശി, പുറത്തിന്റെ മാലാഖ വന്നിട്ടുണ്ട്. മാലാഖയോ? ആ, മാലാഖ. മുത്തശ്ശി വേം വാ, ഞാൻ മല കാണിച്ചു തരാം. എന്റെ മല കണ്ടേ? ആ, കാണണം. വാ. കുട്ടിക്കാലത്തെ കളിക്കൂട്ടുകാരായിരുന്ന നമ്മൾ രണ്ടുപേരും വീണ്ടും കണ്ടത് ഒരു നിമിത്തോ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം നിനക്ക് ഞാനെന്നും എനിക്ക് നീയെന്നും നേരത്തെ എഴുതി വച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാവും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. തന്റെ പ്രശ്നങ്ങളൊന്നും ഇനി മുതൽ തന്റേത് മാത്രമല്ല. എല്ലാം നമുക്ക് ഒരുമിച്ച് നേരിടാം. അതൊന്നും വേണ്ട. എന്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ നേരിട്ടോളാം. അതിലെനിക്ക് പ്രയാസമൊന്നുമില്ല. അച്ഛന്റെ മരണശേഷം കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതാ ഞാൻ. ഇപ്പൊ അത് ശീലായി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ സന്തോഷത്തെക്കാളും എനിക്ക് വലുത് എന്റെ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുക, എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഇത് വിമലാന്റി ഇട്ടുന്ന വളയാ. ഇതിനി എന്റെ കയ്യിൽ വേണ്ട. ഏയ്, അത് ഊരണ്ട. അത് ഈ കൈ തന്നെ കിടന്നോട്ടെ. മുത്തശ്ശി ഇവിടെ നിക്ക്. മാലക ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ പോയി മാലക നോക്കിട്ട് വരട്ടെ. വേണ്ട കൂട്ടാ, നമുക്ക് പോവണ്ടേ മോനെ? മുത്തശ്ശി, ഞാൻ എവിടെയും പോവില്ല. ഞാൻ മാലക നോക്കിട്ട് വരാം. മുത്തശ്ശി ഇവിടെ തന്നെ നിക്ക്. ഞാനിപ്പോ വരെ. പോലെ സിധു മോനെ, സിധു സിധു സൂക്ഷിച്ചു പോണേ മോനെ. ശോ, എന്റെ ഈശ്വര. മുത്തശ്ശി, മോനെ, മാലാഖയെ കണ്ടില്ലേ? മാലയെ കാണുന്നില്ല. അയ്യേ, കുട്ടൻ കരയാണോ? ദേ, എന്തിനാ കരയില്ലേ? മാലക പോയില്ലേ? സിധുവിന് മാലക മുത്തശ്ശിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലോ. സാരമില്ല, കുട്ടൻ കരയാതെ. മാലാഖ ഇനിയും വരും. ദേ, അപ്പൊ ഞാൻ മാലാഖയെ കണ്ടോളാം കേട്ടോ. എന്നാലും മാലക എന്തിനാ പോയ മുത്തശ്ശി? ഞാൻ മുത്തശ്ശിയും കൊണ്ട് വരുന്നു പറഞ്ഞിട്ടല്ലേ പോയെ. കുട്ട, നീ അത് വിട്ടുകള. നമുക്കേ മാലാഖ നാളെ പോയി കാണാം കേട്ടോ. ഇപ്പോഴേ മാലാഖയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. അതാ മാലാഖ പോയത്. എങ്കിൽ നല്ലത്. ദേവിക ഞാൻ പറഞ്ഞാ കേക്കും. അവക്ക് അഞ്ജിതയും ഗോപികയും ഒരുപോലെയാ. അനിയത്തിമാരെന്ന് പറഞ്ഞാ അവക്ക് ജീവനാ. നിങ്ങൾ വിഷമിക്കണ്ട, അവള് വരും.
അവള് നിങ്ങളുടെ മുന്നിൽ വന്ന് സിദ്ധുവുമായുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് പറയും. ഇതെന്റെ വാക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ പ്രധാനം ദേവികയുടെ സമ്മതം വാങ്ങുന്നതാ. സമയം കളയാതെ ഞാനതിന് ശ്രമിക്കട്ടെ. വിളിക്കാം. അച്ഛൻ എന്താ ഈ പറയുന്നേ? നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ദേവിക കുടുംബത്തിന് വേണ്ടി ഒരു നല്ല തീരുമാനം എടുത്തപ്പോ അച്ഛൻ എന്തിനാ ഇങ്ങനെ തടസ്സം പറയുന്നേ? നീ മിണ്ടരുത്. എല്ലാത്തിന്റെ മൂലഹേതു നീയാണ്. നിന്റെ മകൾക്ക് ഭാവി ഉണ്ടാക്കാൻ വേണ്ടി നീ കെട്ടിച്ചമച്ച കള്ളത്തരത്തിന്റെ ഫലമാ ഇപ്പൊ ഇവിടെ എല്ലാവരും അനുഭവിക്കുന്നത്. ദേവി ഈ എടുത്തിയാട്ടം കാണിക്കാൻ പാടില്ലായിരുന്നു. ആനന്ദ് നല്ല പയ്യനായിരുന്നു. അവരുടെ കുടുംബത്തിൽ നിനക്ക് സന്തോഷവതിയായി കഴിയാമായിരുന്നു. അല്ല, ഈ പൊന്നാരൻ തോട്ടത്തുകാർക്ക് എന്താ ഒരു കുറവ്? ആനന്ദിന്റെ കുടുംബത്തെക്കാളും എത്രയോ നല്ല കുടുംബമാണ് പൊന്നാരൻ തോട്ടത്തുകാര്. പൊന്നാരൻ തോട്ടത്തുകാർക്ക് ആനന്ദിന്റെ കുടുംബത്തെക്കാൾ പണവും പ്രതാപവും ഉണ്ട്. സമ്മതിച്ചു എന്ന് കരുതി ആനന്ദിന് കൊടുത്ത വാക്ക് മറന്നുകൊണ്ട് അവനേക്കാൾ കൂടുതൽ പണക്കാരനായ ഒരാളിന്റെ ബന്ധം വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്നത് ശരിയായ രീതിയല്ല. എന്നും എപ്പോഴും എന്റെ നിലപാട് ഇത് തന്നെയായിരിക്കും.